കുംഭമേളയിലൂടെ താരമായ പെൺകുട്ടി നിയമവിധേയമല്ലാത്ത തന്റെ വിവാഹം നടത്തുവാൻ വേണ്ടി ഓടിയെത്തിയത് കേരളത്തിലേക്കാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഭാരതത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നു നിയമവിധേയമല്ലാത്ത കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കുവാൻ പറ്റിയ സംസ്ഥാനം കേരളമാണെന്ന്. 3 വിദ്വാൻമാർ ചേർന്നാണ് കേട്ടോ കല്യാണം നടത്തി. നമ്മളെല്ലാവരും കണ്ടില്ലേ, ശിവൻകുട്ടി അപ്പൂപ്പൻ, അതുപോലെ ഗോവിന്ദൻ മാഷ്, ഡബിൾ എ റഹീം, 3 കൊരങ്ങന്മാരുടെ സ്റ്റാച്ചു നമ്മൾ കണ്ടിട്ടില്ലേ? ഞാനൊന്നും കേട്ടിട്ടില്ലേ, ഞാനൊന്നും കണ്ടിട്ടില്ലേ, ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ? ആ അവസ്ഥയിലാണ് ഈ മൂവർക്കൂട്ടം. ഏറ്റവും നല്ല അഡ്വക്കേറ്റിനെ തപ്പി ഓടി നടക്കുകയാണ്. കാരണം പോക്സോ ആണ് കേസ്. എത്ര വർഷം അഴിയെണ്ണേണ്ടി വരുമെന്നറിയില്ല. സംഭവം നടന്നിരിക്കുന്ന മധ്യപ്രദേശിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും കൂടെ നമ്മൾ ഈ അവസരത്തിൽ ഓർക്കണം. ഞങ്ങൾ പറഞ്ഞു വരാൻ ആഗ്രഹിക്കുന്നത്, SFI നേതാവ് ആഷോ പറയുകയുണ്ടായി ഒരു പെൺകുട്ടിയോട്, തന്തയില്ലാത്ത കുഞ്ഞിനെ നീ പ്രസവിക്കുമെന്ന്. എന്തുമാത്രം ധിക്കാരപരവും ധാർഷ്ട്യവുമായ ഒരു വർത്തമാനമായിരുന്നു അത്. പിണറായി സഖാവി, താങ്കളല്ലേ ആഭ്യന്തരമന്ത്രി, കേസെടുത്തോ, FIR ഇട്ടോ? ഒരു പെൺകുട്ടിക്ക് അമ്മയാവാനുള്ള കഴിവിനെ ഇതുപോലെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ആ കുട്ടി അപഹാസ്യയാക്കുകയും ചെയ്ത ഒരു നടപടിക്കെതിരെ കേസെടുത്തിട്ടില്ല എങ്കിൽ എത്രയും വേഗം കേസെടുത്ത് FIR ഇട്ട് ആഷോനെ ഇരുമ്പഴിക്കുള്ളിലാക്കണമെന്ന് കേരളത്തിലെ സ്ത്രീ സമൂഹം ഉറക്കെ താങ്കളോട് ആവശ്യപ്പെടുന്നു.